പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താണ് രാജു ചേട്ടൻ. ഒരു എളിമയുള്ള ഒരു മനുഷ്യൻ, ഇത്രയും വലിയ കലാകാരൻ, ലോകം മുഴുവനും തൻ്റെ ശില്പങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനെ കാണാൻ പോവാണ്. ഏറ്റവും കൂടുതൽ കൊത്തിയിട്ടുള്ളത് ജീസസിനെയാണെന്ന് പറയണേ. ഇപ്പോഴും ജീസസിനെ അറിയാനുള്ള ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹം. നമുക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. ഊരകത്ത് സെന്ററിൽ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് രാജു ചേട്ടൻ. മരങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഇത്രയേറെ കലാകാരനാണെങ്കിൽ പോലും വളരെ എളിമയോട് കൂടിയിട്ട് എല്ലാം പറഞ്ഞു തരാനും ഒരു പാവ മനുഷ്യനെ പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ബ്രൂസ്ലിയുടെ കയ്യിൽ നിന്നുള്ള സങ്കല്പമാണ്. ബ്രൂസ്ലിയുടെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല പവർഫുൾ കൈയൊക്കെ ഭയങ്കര ഭംഗിയുള്ള കൈകളാണ്. അതന്ന് കുറെ കത്തിക്ക് നാളെ ഇത് ചെയ്തിട്ട് അപ്പൊ അത് ആ ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെയ്ത് കൈ മാത്രമായിട്ട് അങ്ങനെ അല്ലേ. ഈ ഒരു കൃഷിക്കാരൻ ശരിക്കും നിസ്സഹായ അവസ്ഥയിൽ നോക്കുന്ന രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കല. ജീസസിന്റെ കുറെ ഭാവങ്ങൾ ഞാൻ ചെയ്തിട്ടും എനിക്ക് ആ ഭാവങ്ങൾ ഞാൻ മുഴുവൻ കണ്ടുപിടിച്ചിട്ടില്ല. ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ തീരാത്ത അത്രയ്ക്കും ഭാവങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവാം രാജുചേട്ടന് ഇത് ഓർക്കുമ്പോൾ ഇപ്പോൾ ലോകം മുഴുവനും ഈ ഒരു കല എത്തിക്കാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി പേർക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി അവരുടെ സമ്മാനങ്ങളെ പ്രതിഭയൊക്കെ ആയിട്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എന്താണ് ഇപ്പോൾ മനസ്സിലൊരു ആഗ്രഹം? എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. ഈ കല എന്താന്ന് അറിയാന്നുള്ള ആഗ്രഹം. മൈക്കലാഞ്ചലോക്കെ വർക്കുകൾ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിലേറെ പുണ്യം ഒന്നുമില്ല. അപ്പോൾ വത്തിക്കാനിൽ പോകണമെന്നാണ് ആഗ്രഹം. വത്തിക്കാനിൽ പോയിട്ട് മൈക്കലാഞ്ചലോയും ഡാവിഞ്ചിയൊക്കെ ചെയ്ത വർക്കുകൾ കാണണമെന്നാണ് ആഗ്രഹം. വേറെ ഒരു ആഗ്രഹമില്ല. പിന്നെ മക്കളൊക്കെ നന്നായി ജീവിച്ചു കാണുന്നുണ്ട്. അതെന്തായാലും ഈ ഒരു നല്ല മനുഷ്യന്റെ മക്കളായതുകൊണ്ട് എന്തായാലും നന്നായിട്ട് ജീവിക്കും. അപ്പൊ അത് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് അങ്ങനെ പോകാൻ പറ്റി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ വിചാരിക്കണു രാജുചേട്ടനാണ് അത് അർഹതപ്പെട്ടത്. അത് ആ ഒരു കല ശരിക്കും കാണുന്നത് തന്നെയാണ്. അപ്പൊ അത് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അതെ, അനുഗ്രഹം ഉണ്ടാവട്ടെ.